ബിസിനസ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ബിസിനസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന എഴുതിയിട്ടുള്ള റിട്ടൺ ആയിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബിസിനസ് ലെറ്റേഴ്സ്. Printed letters sent by mail, speed post, courier, etc. It is generally used for external communication. അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ലെറ്റർ അയക്കുക, അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ലെറ്റേഴ്സിനേക്ക് നമ്മൾ എന്ത് പറയുന്നത് ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇമെയിൽ. ഇറ്റ് ഈസ് എ മെസ്സേജ് ഓർ ലെറ്റർ സെൻഡ് ബൈ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ അയക്കുകയാണെങ്കിൽ നമ്മളതിന് ഇമെയിൽ എന്ന് പറയും. അടുത്തായിട്ട് വരുന്നത് ബിസിനസ് മെമ്മോ ഓർ മെമ്മോറാണ്ടം. ഷോർട്ട് ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഓഫീഷ്യൽ ഇൻഫോർമേഷൻ വിത്തിൻ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഉള്ളിലൂടെ ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മോ അയക്കാറ്. ഇപ്പോൾ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് മാനേജർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഡിഫറെൻറ്റ് മാനേജേഴ്സിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഓഫീഷ്യലായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മോ യൂസ് ചെയ്യുന്നത്. അടുത്ത നോട്ടീസ്. നോട്ടീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ്? It's a written or printed announcement to inform a large number of people about something in the business. ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ പവർ ഓഫീസിലുള്ള എല്ലാവരും അറിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറാണ്, നോട്ടീസ് അയക്കുകയാണ് ചെയ്യാറ്. അടുത്തത് സർക്കുലർ. ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ലെറ്റർ കണ്ടെയ്നിങ് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ, ഇൻസ്ട്രക്ഷൻ ഓർ ഓർഡേഴ്സ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതും എന്താണ്, നമ്മളെ ഒരുപാട് ആളുകൾ ഒരു ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ ആളുകളെയും ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്താണോ ആ ഒരു ഇൻഫർമേഷൻ ആ ഓഫീസിൽ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായിരിക്കുന്നത്, സർക്കുലർ അയക്കുന്നത്. അടുത്ത് വരുന്നത് റിപ്പോർട്ട്സ്. എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ടു കമ്മ്യൂണിക്കേറ്റ് the outcome of an activity or assigned job. It is used for internal and external reporting. For example, annual report, audit report, etc. റിപ്പോർട്ട്സ് നമ്മൾ എന്തിന് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിന് റിപ്പോർട്ട് എഴുതാറുണ്ട്. ഇപ്പോൾ പ്രൊജക്റ്റ് ആണെങ്കിൽ ആ പ്രൊജക്റ്റിന് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനും എന്തുണ്ടായിരിക്കാം, ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളെ ഫൈനാൻഷ്യൽ ഇയറിൽ എൻഡിങ്ങിൽ വരുന്ന നമ്മളെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് അജണ്ട ആൻഡ് മിനിറ്റ്സ്. അജണ്ട ഈസ് ദി ഔട്ട്ലൈൻ ഓഫ് ദി ടോപ്പിക് ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ അപ്പ് ഡ്യൂറിങ് എ മീറ്റിംഗ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അജണ്ട. അതായത് ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് അവിടെ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ എന്താ പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത്. തന്നെ അതിൽ തന്നെ വരുന്നതാണ് മിനിറ്റ്സ്. മിനിറ്റ്സ് ആർ ദി റിട്ടൺ റെക്കോർഡ്സ് ഓഫ് ഡിസിഷൻ ടേക്കൺ ഇൻ എ മീറ്റിംഗ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ തീരുമാനങ്ങളാണോ എടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്, മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സെപ്പറേറ്റ് ബുക്ക് തന്നെ നമ്മൾ കീപ്പ് ചെയ്യും. ഇത് നെക്സ്റ്റ് വരുന്നത് പ്രൊമോഷണൽ മെറ്റീരിയൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാറ്റലോഗ്, ലീഫ്ലെറ്റ്സ്, പ്രസ് റിപ്പോർട്ട്സ്, ബ്രൗഷർ, ബിസിനസ് കാർഡ്സ്, എക്സെട്ര. നമ്മളിപ്പോൾ പല വഴിക്കും പോകുന്ന സമയത്തൊക്കെ എന്തുണ്ടാകാറുണ്ട്, പല കമ്പനീൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് പല കാറ്റലോഗും കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്, പ്രൊമോഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്തത് എംപ്ലോയി മാനുവൽ. ഇറ്റ് ഈസ് ഹാൻഡ് ബുക്ക് ഗിവൺ ടു എംപ്ലോയീസ് ടു കണ്ടെയ്ൻ എ ജോബ് റിലേറ്റഡ് ഇൻഫോർമേഷൻ വിച്ച് എംപ്ലോയീസ് നീഡ് ടു നോ. അപ്പോൾ ഒരു എംപ്ലോയി അറിയേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി, ആ ജോലിയെക്കുറിച്ച് അറിയേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഹാൻഡ് ബുക്കാണ് എന്ത് പറയുന്നത്, എംപ്ലോയീസ് മാനുവൽ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് ബെനഫിറ്റ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ ബെനഫിറ്റാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ളതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ക്രിയേറ്റ് എ പെർമനൻറ്റ് റെക്കോർഡ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്. നമ്മൾ എത്ര കാലം അത് കീപ്പ് ചെയ്യുന്നതോ അത്രയും കാലം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡായിട്ട് നമുക്ക് എന്താ പറയാം, ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന് പറയാമെന്ന് പറയുന്നത്. അടുത്തത് ഫോർമൽ ആൻഡ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോർമൽ, ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഡോക്യുമെൻ്റ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഡർ, അലോക്കേഷൻ ഓഫ് വർക്ക്, ജോബ് ഡിസ്ട്രിബ്യൂഷൻ, എക്സെട്ര. ഇപ്പോൾ നമ്മളൊരാൾക്കൊരു
ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോർമൽ ആയിരിക്കും. കാരണം അത് എഴുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകൂടിയും ഇപ്പോൾ നമ്മൾ ഓറൽ പറയുന്നതിനെക്കാട്ടിലും ഒന്നുകൂടിയും എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത് നമ്മൾ എഴുതി കൊടുക്കുക എന്ന് പറയുന്നത്. ചിലവർ പറയാറായി എഴുതി ഇങ്ങോട്ട് തരണം എന്ന് പറയാറില്ല, അതുപോലെയാണ് ഇതിൽ വരുന്നത്. അടുത്ത് വരുന്നത് ലീഗൽ ഡോക്യുമെൻറ്റ്. ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ ആക്സെപ്റ്റഡ് ഫോർ ലീഗൽ പർപ്പസസ്. ഇപ്പോൾ കമ്പനീൻ്റെ പല രജിസ്റ്റേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഭൂമിയുടെ വിൽപത്രം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ ലീഗൽ ഡോക്യുമെൻ്റ് ഒക്കെ എന്താണ് വരുന്നത്, നമ്മൾ റിട്ടൺ ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. സിൻസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ഡ്യൂ കെയർ ആൻഡ് റിപ്പീറ്റഡ് ഡ്രാഫ്റ്റിംഗ് ഇറ്റ് വിൽ ബി പ്രിസൈസ് ആൻഡ് എറർ ഫ്രീ. ഇപ്പോൾ നമ്മൾക്കത് ഇപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ലെറ്റർ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതായത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്പം തന്നെ അത് ക്ലിയർ ആക്കാൻ പറ്റും. അടുത്ത വരുന്നത് സ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ടു ദി പാർട്ടീസ് ഔട്ട്സൈഡ് ദി ബിസിനസ്. ഇറ്റ് ക്യാൻ ബി സെൻഡ് ടു എനി പ്ലേസ് ഇൻ ദി വേൾഡ്. എന്താണ്, നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും എങ്ങോട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അയക്കാൻ പറ്റുമെന്ന് പറയുന്നു. Then clear and complete understanding. As the receiver get the opportunity to read the message again and again. എന്താണ്, ഒരു നമുക്ക് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒറ്റ വായനയിൽ മനസ്സിലായില്ലെങ്കിൽ 3, 4, 5 പ്രാവശ്യം നമുക്ക് വായിച്ചിട്ട് അത് ക്ലിയർ ആക്കാമെന്ന് പറയുന്നുണ്ട്. അടുത്തത് സ്യൂട്ടബിൾ ഫോർ ലോങ് മെസ്സേജസ്. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലോങ് മെസ്സേജസ് വേർ വൺ ടൈം റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. അതായത് നമ്മൾക്ക് ഇത് വലിയൊരു മെസ്സേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ഇൻഫർമേഷനാണ് പാസ് ചെയ്യാനുള്ള, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വലിയൊരു ലെറ്ററാക്കി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യിക്കോളും, അദ്ദേഹം വായിച്ച് റെഡി ആക്കിക്കോളും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, ലോങ് മെസ്സേജ് ആണെങ്കിൽ വലിയ മെസ്സേജിന് ഏറ്റവും നല്ലത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നു. അടുത്ത വരുന്നത് ലെസ് പോസിബിലിറ്റി ഫോർ ഡിസ്ട്രൂഷൻ. ഇറ്റ് അവോയ്ഡ് ദ പോസിബിലിറ്റി ഓഫ് ലോസിങ് പോയിൻറ്റ്സ് ജനറലി ഹാപ്പൻ ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വേർഡുകളും വിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ എന്താ അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ പുതിയ എന്തെങ്കിലും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണമെങ്കിൽ ഒരു ഓർഡറായിട്ട് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നു. അടുത്തത് സ്യൂട്ടബിൾ ഫോർ സെൻഡിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അതായത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട്, അതായത് സ്റ്റാറ്റിക് ഗ്രാഫായിട്ട്, അല്ലെങ്കിൽ ഇമേജായിട്ട്, പിക്ചറായിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മളെ ഒരു ആനുവൽ ഇയറിൻ്റെ ഗ്രാഫായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷനാണ് ഏറ്റവും നല്ലത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നു. അടുത്തതായി വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. മെയിനായിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം അത് കമ്പോസ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാൻ, ടൈപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം വേണമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. കോസ്റ്റ് ഓഫ് പേപ്പർ, പ്രിൻറ്റിങ് ചാർജ് എക്സെട്ര. കാരണം നമുക്ക് ലെറ്റർ അയക്കണമെങ്കിൽ ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് സ്റ്റാമ്പിൻ്റെ ചാർജ് ഉണ്ടായിരിക്കും, കോസ്റ്റ് ഓഫ് പേപ്പർ ഉണ്ടായിരിക്കും, പ്രിൻറ്റിങ്ങിന് ചാർജ് വരും. ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നുണ്ട്. അടുത്തതായി വരുന്നത് നോ ഇൻസ്റ്റൻറ്റ് ക്ലാരിഫിക്കേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. Written communication has no scope for immediate clarification if not understood properly. ഇപ്പോൾ നമ്മളൊരു ഇൻഫോർമേഷൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താകാൻ പറ്റില്ല, ഉടനടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. Then less flexibility. Being written in nature is less flexible and cannot be changed easily. ഇപ്പോൾ നമ്മൾക്കൊരു മെസ്സേജ്, ഒരു റിട്ടേൺ ആയിട്ടൊരു സാധനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തു തന്നെയാണ്, പിന്നെ നമുക്കത് തിരുത്തി പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കാരണം അത് ഓൾറെഡി റിട്ടേൺ ആയതുകൊണ്ട്. അടുത്തത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. അതായത് എഴുത്തും വായനയൊക്കെ അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അടുത്തത് ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മോട്ടീവ് ഓർ പെർസ്വേഡ് എ പേഴ്സൺ ഇൻ എ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഒരിക്കലും അടുത്തായി വരുന്നത് ഇലക്ട്രോണിക് മെയിൽ ഓർ ഇമെയിൽ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് മെസ്സേജ് ദാറ്റ് ക്യാൻ ബി സെൻഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ബൈ യൂസിങ് എ നെറ്റ്വർക്ക് സച്ച് ആസ് ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് ദി ചീപ്പസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. വളരെ ചുരുങ്ങിയ ചിലവും വളരെ എളുപ്പത്തിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഒരു ഇമെയിലിനെ പറയാം. ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സ്, ഓഡിയോ, വീഡിയോ ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ഇമെയിൽ. അപ്പോൾ ഒരു ഇമെയിലിൻ്റെ കൂടെ എന്താണ് ഡോക്യുമെൻറ്റും പിക്ചേഴ്സും ഓഡിയോ വീഡിയോസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. മെസ്സേജസ് ആർ സെൻഡ് ഫ്രം വൺ ഇമെയിൽ അഡ്രസ് ടു അനദർ ഐ ഡി. അപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് മറ്റൊരു ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ മെസ്സേജസ് അയക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. അടുത്തതായി ഇമെയിൽ ഗ്ലോസറി, സം കോമൺ ഇമെയിൽ ടേംസ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഇമെയിൽ ടേംസിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻബോക്സ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് ദ ഫോൾഡർ ഓർ റെപ്പോസിറ്ററി വേർ ഇൻകമിങ് മെസ്സേജ് ടു ദി ഇമെയിൽ ഐ ഡി ആർ സ്റ്റോർഡ്. എന്താണ്, നമ്മൾക്ക് നമ്മളൊരു ഇൻബോക്സ് എന്തായിരിക്കും, ആ ഇൻബോക്സിലായിരിക്കും നമുക്ക് വന്നിട്ടുള്ള എല്ലാ മെസ്സേജസും കിടക്കുന്നുണ്ടാകുക. അടുത്ത കമ്പോസ്, ഇറ്റ് ഈസ് ദി ഓപ്ഷൻ ടു ക്രിയേറ്റ് ന്യൂ മെസ്സേജസ് ടു സേവ് ഓർ സെൻഡ്. നമുക്കൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. അത് സ്പാം ഓർ ജങ്ക് മെയിൽസ്, അൺസോളിസിറ്റഡ് ആൻഡ് അൺവാണ്ടഡ് മെസ്സേജ് സച്ച് ആസ് മാർക്കറ്റിംഗ് മെസ്സേജസ്, അഡ്വർടൈസ് മെസ്സേജസ് എക്സെട്ര. എന്താ നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ മെയിലിൽ നമ്മുടെ ഇൻബോക്സിലേക്ക് വരുന്ന മെസ്സേജസിന് നമുക്ക് സ്പാം മെസ്സേജസ് എന്ന് പറയും. അടുത്ത CC, കാർബൺ കോപ്പി. നമ്മൾ മെയിലൊക്കെ അയക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുണ്ടാവും നമ്മൾ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു 3 ലൈനിലായിട്ട് കാണുന്നുണ്ടാവും. അതിൽ വരുന്നതാണ് എന്ത് പറയുന്നത്, CC, കാർബൺ കോപ്പി. ഇറ്റ് ഈസ് ദി ലൈൻ ടു റൈറ്റ് ദി ലിസ്റ്റ് ഓഫ് co-participants in case of multiple receivers. Recipients can see the list of all participants. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്ന സെയിം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, CC ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഫുൾ ടൈപ്പ് ചെയ്തു, ആദ്യം 2 എന്നുള്ളിടത്ത് ഒരാൾ അഡ്രസ്സ് കൊടുത്തു, പിന്നെ CCയിൽ നമുക്ക് ഒരുപാട് ആളുകൾ അഡ്രസ്സ് കൊടുക്കുക. അവർ സെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഇവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു മെസ്സേജ് പോവും. പക്ഷെ ആർക്ക് ഓരോ വ്യക്തികൾക്കും എന്തറിയാൻ പറ്റും, ആർക്കൊക്കെയാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അടുത്തതാണ് BCC. ഇറ്റ് ഈസ് ഓൾസോ ദി ലൈൻ ടു റൈറ്റ് ദി ലിസ്റ്റ് ഓഫ് co-participants ബട്ട് റെസിപ്പിയൻറ്റ് കാനോട്ട് സീ ദി ലിസ്റ്റ് ഓഫ് അതർ പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ ഇതും എന്താണ്, ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത് ആർക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല എന്ന് പറയുന്നു. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് ഇമെയിൽ എന്തൊക്കെയാണ് നമ്മൾ അറിയുന്നത് തന്നെയാണ്. എപ്പോഴും നമ്മൾ ഇമെയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓട്ടോമാറ്റിക് റിപ്ലൈ ടു മെസ്സേജസ്, ഇത് ഫെസിലിറ്റി ഉണ്ട്. എന്ത്, ഒരു മെസ്സേജ് വരുമ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ കൊടുക്കാനുള്ളൊരു ഫെസിലിറ്റി എന്തിലുണ്ട്, ഒരു ഇമെയിലുണ്ട് എന്ന് പറയാറുണ്ട്. ചിലയിടത്ത് നമ്മൾ കാണാൻ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ഉടനായിട്ട് റിപ്ലൈ തരുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, അല്ലാതെ അവിടെ ആൾ ഇരുന്ന് ചെയ്യുന്നതെന്നല്ല. അത് ഓട്ടോ ഫോർവേഡ് ആൻഡ് റീഡയറക്ഷൻ ഓഫ് മെസ്സേജസ്. നമ്മൾ മെസ്സേജസ് എന്ത് ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്, ഇമെയിലുണ്ട് എന്ന് പറയുന്നു. ദെൻ ഓട്ടോമാറ്റിക് ഫയലിംഗ് ആൻഡ് റിട്രീവൽ ഓഫ് മെസ്സേജസ്. എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ മെസ്സേജസും കാര്യങ്ങൾ ഫയൽ ചെയ്യാനും റിട്രീവ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അഡ്രസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ആൻ അഡ്രസ് ബുക്ക് ആൻഡ് റിട്രീവ്ഡ് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ നമുക്ക് ഒരാൾക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു അഡ്രസ്സിലേക്ക് ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു അഡ്രസ്സ് നമുക്ക് കാണിക്കും. ദെൻ നോട്ടിഫിക്കേഷൻ ഇഫ് എ മെസ്സേജ് കാനോട്ട് ബി ഡെലിവേർഡ്. ഇപ്പോൾ നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് ഡെലിവേർഡ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കാണിക്കുന്നു പറയുന്നുണ്ട്. ഇമെയിൽസ് ആർ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് ആൻഡ് ടൈം സ്റ്റാമ്പ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് സമയത്താണ് മെസ്സേജ് വന്നിട്ടുള്ളത്, ഏത് ഡേറ്റിനാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്നും ടൈപ്പ് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത്. പിന്നെ എന്താ, ഡിജിറ്റൽ സിഗ്നേച്ചർ ക്യാൻ ബി അറ്റാച്ച്ഡ്. ഡിജിറ്റൽ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഫയൽസ്, ഗ്രാഫിക്സ്, സൗണ്ട് ക്യാൻ ബി സെൻഡ് ആസ് അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ അയക്കാൻ പറ്റും. വെബ് ആൻഡ് മൊബൈൽ ഇമെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു റിസീവ് ആൻഡ് സെൻഡ് മെസ്സേജസ് വൈൽ ഓൺ ദി മൂവ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ മൊബൈലിലും ഒരേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമെയിൽ സർവീസ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഇമെയിൽ ഇൻ ബിസിനസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഇമെയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് ഫാസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് ദി ക്ലയൻറ്റ്സ് ഹൂ ഈസ് ലൊക്കേറ്റഡ് തൗസൻഡ്സ് ഓഫ് മൈൽസ് എവേ.
എന്താ നമ്മുടെ ക്ലയൻറ്റ് എന്താ ഒരുപാട് ദൂരത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് 18 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ആ മെസ്സേജ് അയക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഹെൽപ്ഫുൾ ഫോർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വിത്തിൻ ഓർഗനൈസേഷന് അകത്തുകൂടി നമുക്ക് മെസ്സേജ് അയക്കാം, പുറത്തുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ടൂൾ, ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നു. കമ്മ്യൂണിക്കേറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഓഫ് ദി കമ്പനി. നമ്മളെ കമ്പനിയെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷനോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വർടൈസിങ് ടൂളായിട്ട് നമുക്ക് എന്തായാലും മാർക്കറ്റിംഗ് ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം, ഇമെയിൽ യൂസ് ചെയ്യാം. കാരണം നമ്മളെ ഇൻബോക്സിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നമ്മളെ ഇമെയിൽ ഒന്ന് കൊടുത്തു പോയ കാര്യം, കാരണം പിന്നെ നമുക്ക് മെസ്സേജ് ഒന്നും ഇട്ട് വയ്ക്കില്ല. അപ്പം അങ്ങനത്തെ ഓരോ പ്രശ്നം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ബെനിഫിറ്റാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അടുത്തത് അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൈൻഡേഴ്സ്. അതായത് നമ്മൾക്ക് ആർക്കെങ്കിലും വല്ല അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ റിമൈൻഡർ ചെയ്യാനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് പറ്റും, ഈ ഒരു ഇമെയിൽ കമ്പനിക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് ഓട്ടോമാറ്റഡ് ഇമെയിൽ മെസ്സേജസ്. ഇമെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു സെൻഡ് ഓട്ടോമാറ്റഡ് മെസ്സേജസ് സച്ച് ആസ് അക്നോളജ്മെൻറ്റ് ഓഫ് ദി റെസിപ്റ്റ് ഓഫ് മെയിൽ, നോട്ടിഫിക്കേഷൻ ഓഫ് സെയിൽ, ഷിപ്പിംഗ് ഷെഡ്യൂൾ എക്സെട്ര. ഇപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ഷിപ്പിങ്ങിനെ കുറിച്ചും അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റൊക്കെ നമുക്ക് എന്തുണ്ട്, ഇമെയിൽ കൊണ്ട് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും നമുക്ക് ഇമെയിലിനെ കുറിച്ച് പറയാനുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് സ്പാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത പല മെസ്സേജുകളും വരുന്നൊരു കേസാണ് സ്പാം മെസ്സേജസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്താ ആൻറ്റി സ്പാമും ഫയർവാളും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബ്ലോക്ക് ചെയ്യാം. ഇൻ്റർനെറ്റ് ആൻഡ് ഇമെയിൽ സെക്യൂരിറ്റി ഇഷ്യൂസ്. എന്താണ്, പല വൈറസിൻ്റെ മാൽവെയർ, സ്പൈവെയർ, ഫിഷിംഗ് അറ്റാക്സ് ഇങ്ങനത്തെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഇമെയിലിൽ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാനുവൽ ലെറ്റർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറ്റില്ല, ഈ ഒരു പറഞ്ഞ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, ഈ ഹാക്കിങ്ങും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്രയും സീക്രട്ടായിട്ടുള്ള മെസ്സേജസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സെൻഡ് മെയിൽ കാനോട്ട് ബി ഡിലീറ്റഡ്. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇമെയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണെന്ന് പറയുന്നുണ്ട്. അടുത്തത് ലിമിറ്റഡ് സൈസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്. ഫോർ മോസ്റ്റ് ഓഫ് ദി സർവീസസ് പ്രൊവൈഡേഴ്സ് ഇറ്റ് ഈസ് 25 MB ഓൺലി. എന്താണ്, നമ്മൾക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഫയലിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഗൂഗിൾ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത് 25 MB ആണെന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ വരുന്ന സൈസ് വരുന്നതൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അത് ലിമിറ്റഡ് ഫ്രീ സൈസ്. സ്റ്റോറേജ് സ്പേസ് ഈസ് എയ്തർ ലിമിറ്റഡ് ഓർ കണ്ടീഷണൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇപ്പോൾ മെയിലിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു ലിമിറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് മാത്രമേ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് യാഹു ഒക്കെ 1 TB വരെ തരുന്നുണ്ട്. 1 TBക്ക് അപ്പുറമുള്ള സ്റ്റോറേജും കപ്പാസിറ്റി ഒന്നും ആരും തരുന്നില്ല. അപ്പോൾ യാഹു തരുന്നില്ല, യാഹു ആണ് ഇപ്പോൾ കൂടുതലായിട്ട് തരുന്നുള്ളത്. അടുത്തത് നോട്ട് റെഗുലർ ചെക്കിങ്. മോസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഡു നോട്ട് ചെക്ക് ഇമെയിൽ റെഗുലർലി. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ കയറി വെക്കുന്ന പോലെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, നമ്മളെ ഈ മെയിൽ ബോക്സിൽ കയറി വെക്കില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണെന്ന് പറയുന്നുണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ കമ്മ്യൂണിക്കേഷൻസ്. ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് പറയുന്നുണ്ട്. അതായത് എല്ലാ കമ്മ്യൂണിക്കേഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇമെയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പേഴ്സണലായിട്ട് ചാറ്റിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ മെസ്സേജ് അയച്ച് കളിക്കുക, അതിനൊന്നും എന്ത് പറ്റില്ല, ഒരു സ്യൂട്ടബിൾ ആയ ഒരു ഡിവൈസ് അല്ല അല്ലെങ്കിൽ ഒരു മെത്തേഡല്ല എന്ത് പറയുന്നത്, ഒരു ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.